ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ സദുക്കായർ ഈശോയെ സമീപിച്ച് ചോദിക്കുന്ന ചോദ്യമുണ്ട്: പുനരുദ്ധാനം ഉണ്ടോ? മരിച്ചവർക്ക് പുനരുദ്ധാനം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് പുനരുദ്ധാനത്തിൽ അവർ ആയിരിക്കുക എന്നുള്ളത്. എന്നിട്ട് പുനരുദ്ധാനമില്ല എന്ന് തെളിയിക്കാൻ അവരുടെ ഇടയിലുള്ള 7 സഹോദരന്മാരുടെ സംഭവമൊക്കെ ഈശോയുമായി സംസാരിക്കുന്നുണ്ട്. കുട്ടിക്കാലത്ത് 2 കുട്ടികൾ തമ്മിൽ തല്ല് പിടിച്ചാൽ തിരിച്ച് തല്ല് കൊടുക്കാൻ പറ്റാത്തവൻ അവനോട് പറഞ്ഞൊരു ന്യായമുണ്ട്: നിന്നോട് ദൈവം ചോദിക്കും, നിന്നോട് ദൈവം വീണ്ടും കണക്ക് ചോദിക്കും. പക്ഷെ ഈശോ പറയുന്നു, എല്ലാവരോടും മാറി മാറി കണക്ക് ചോദിക്കുന്ന ദൈവത്തെ അല്ല ഈശോയോട് അവതരിപ്പിക്കും, മറിച്ച് ഓരോരുത്തരുടെയും കാര്യങ്ങൾ അവനോട് വ്യക്തിപരമായി ചോദിക്കുന്ന ദൈവമാണുള്ളതെന്ന് ഈശോ ഈ സദുക്കാരുടെ കാര്യത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഞാൻ അബ്രാഹത്തിന്റെ ദൈവമാണ്, ഇസഹാക്കിന്റെ ദൈവമാണ്, യാക്കോബിന്റെ ദൈവമാണ്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്കും ഞാൻ ചെയ്യുന്ന നന്മയ്ക്കും ഞാൻ ചെയ്യുന്ന കുറ്റത്തിനുമൊക്കെ ദൈവം എന്നോടാണ് ചോദിക്കുന്നത്. മറ്റുള്ളവർക്ക് പക വീട്ടുന്ന അപരനോട് ചോദിക്കാൻ പോകുന്ന ദൈവമല്ല ഈശോയോട് അവതരിപ്പിക്കുക. നമ്മൾക്ക് പലപ്പോഴും നമ്മൾക്കും മറ്റുള്ളവരുമായിട്ടുള്ള കുറ്റങ്ങളിലും കുറവുകളിലും ഒക്കെ ദൈവം അവരോട് ചോദിച്ചോളും എന്ന് പറഞ്ഞ് ദൈവത്തെ നമ്മുടെ പേരിൽ അവരുടെ അടുത്തേക്ക് അയക്കുന്ന വ്യക്തികളാണ്. ഈ സുവിശേഷ ഭാഗത്തോട് ചേർന്ന് തമ്പുരാൻ പറയുക, നിങ്ങൾ മറ്റുള്ളവരോട് ദൈവം എങ്ങനെ ചോദിക്കുന്നത് ചോദിക്കാൻ പോവുകയല്ല വേണ്ടത്, മറിച്ച് എന്നോട് ദൈവം നേരിട്ട് എൻ്റെ കാര്യങ്ങൾ കണക്ക് ചോദിച്ചാൽ എനിക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ എന്തുത്തരമാണ് പറയാനുണ്ടാവുക? എൻ്റെ കുറ്റങ്ങളും എൻ്റെ നന്മകളും ഒക്കെ കൂട്ടിക്കിഴിച്ച് വരുമ്പോൾ തമ്പുരാൻ്റെ മുമ്പിൽ സന്തോഷത്തോടെ തലയുയർത്തി പിടിച്ചു നിൽക്കുവാൻ നമുക്ക് സാധിക്കുമോ എന്ന് നോക്കണമെന്നാണ് ഈശോ ഈ സുവിശേഷ ഭാഗത്ത് ആസ്പദമാക്കി നമ്മോട് ആദ്യം പറയുന്ന കാര്യം. രണ്ടാമത്തേത്, അവിടെ നിന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു വാചകം കൂടിയുണ്ട്. അവിടെ നിന്ന് മരിച്ചവരുടെ അല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. നവംബർ മാസത്തിൽ മരിച്ചവർ പ്രത്യേകിച്ച് ഓർക്കാൻ നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മാസമാണ്. തീർച്ചയായും ഈ സുവിശേഷ ഭാഗം അതിന് നല്ലൊരു ആമുഖമാണ്. മരണം മൂലം നമ്മളിൽ നിന്നൊക്കെ വേർപിരിഞ്ഞു പോകാൻ നമ്മുടെ പൂർവികരൊക്കെ ഓർക്കാൻ പോകുന്നതിന് മുമ്പ് ജീവിച്ചിരിക്കുന്നവരായ നമ്മൾ ദൈവത്തിന് മുമ്പിൽ വന്നുപെട്ടാൽ ആ ദൈവത്തിന് മുമ്പിൽ നമുക്ക് എങ്ങനെയാണ് കണക്ക് കൊടുക്കാൻ പറ്റേണ്ടി വരിക എന്നുള്ളത്. മരിച്ചവർ ദൈവത്തിനു മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ അവർക്കിനിയും ചെയ്തു തീർക്കേണ്ട കുറവുകളും കടങ്ങളും കറകളും ഒക്കെ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്യാൻ ഇറങ്ങി പുറപ്പെടാൻ പോകുന്നതിന് മുമ്പ്, നവംബർ മാസത്തിന് മുമ്പ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചില പരിഹാരകൃത്യങ്ങളും കുറവുകളും ഒക്കെ ബാക്കി നിൽപ്പുണ്ടെങ്കിൽ അത് ചെയ്തു തീർത്തിട്ട് വേണ്ടേ മരണം മൂലം വേർപെട്ടു പോയ നമ്മുടെ പൂർവികർക്ക് വേണ്ടി, അവരർക്ക് വേണ്ടി അവരുടെ കണക്കുകളുടെ കുറവുകൾ നമുക്ക് മാറ്റി തീർക്കാൻ. അതുകൊണ്ട് ഈ സുവിശേഷ ഭാഗം നല്ലൊരു ആമുഖമാണ്. നവംബർ മാസത്തിലേക്ക്, മരിച്ചവരെ പ്രത്യേകിച്ച് ഓർക്കുന്ന മാസത്തിലേക്ക് പ്രവേശിച്ചതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. എന്നിട്ട് പറയാം, മരിച്ചവരുടെ അല്ല ജീവിക്കുന്നവരുടെ ദൈവമാണെന്ന് ഈശോ ദൈവത്തെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ ജീവിച്ചിരിക്കുന്നവരായ നമ്മുടെ തിരുമുമ്പിൽ, തമ്പുരാന്റെ തിരുമുമ്പിൽ ചെന്നുപെടുമ്പോൾ നമുക്കുണ്ടാവുന്ന കുറവുകളും കണക്കുകളും ഒക്കെ നമുക്ക് പരിഹരിക്കാൻ ശ്രമിക്കാം. ഒപ്പം ഈശോ പറയുന്നത് പോലെ ഓരോരുത്തരോടും വ്യക്തിപരമായി കണക്ക് ചോദിക്കുന്ന ദൈവമാണ് നമുക്കുള്ളതെങ്കിൽ ആ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നമ്മുടെ വ്യക്തിപരമായി കണക്ക് കൊടുക്കാൻ നമുക്ക് തയ്യാറാകാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവേശ്വര എന്നേക്കും ആമേൻ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.